നമ്മുടെ ഈ കട്ടപ്പാടത്തെ സിനിമയിൽ മാന്ത്രി എന്ന സിനിമയിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ്? അതിൽ ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ട് വരുന്നത് വിനോദ് കോവൂരാണ്. വിനോദ് കോവൂരും വിനോദ് കോവൂരിൻ്റെ കുടുംബവും അതാണ് അതിൽ പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വിനോദ് കോവൂരിൻ്റെ മകനെ പ്രണയിക്കുന്ന എൻ്റെ മകളാണ്. നായികയുടെ അച്ഛനായിട്ടാണ് അതിൻ്റെ അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത്. ഒരു ഗൾഫുകാരൻ എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അവരുടെ ഒരു കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്? നമ്മൾ അതേപോലത്തെ കഥാപാത്രങ്ങൾ നമ്മൾ ഇഷ്ടംപോലെ നമ്മളെ ചുറ്റുപാട് കണ്ടിട്ടുള്ളതാണ്. അപ്പം അതിനെ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അത് അങ്ങനെയാണ്. ഓരോ കഥാപാത്രങ്ങളും അങ്ങനെയാണ്. എവിടെയെങ്കിലും വെച്ച് കണ്ടു മറന്ന കഥാപാത്രങ്ങളായിരിക്കും നമ്മളെ തേടി വരുന്നുണ്ടാവുക. അപ്പം അത് നമ്മളറിയാതെ തന്നെ അതിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു വേഷം ചെയ്യണമെന്ന് ആഗ്രഹമില്ലേ? എല്ലാം വ്യത്യസ്തമല്ലേ ഇതില്. ഇനിയിപ്പോൾ അടുത്ത് ചെയ്യുന്നത് വേറെ വ്യത്യാസമായിരിക്കും. ഇതേപോലത്തെ പിന്നെ ഒരു സീരിയസ് ആയിട്ട് വരുന്നതാണ്, സീരിയൽ രൂപത്തിൽ വരുന്നതാണ് നമ്മളൊരു ക്യാരക്ടർ ഒരേപോലെ. അപ്പോൾ മറ്റേ പ്രീമിയർ ലീഗ് പേരില്ലൂർ എന്ന് പറഞ്ഞിട്ടൊരു വെബ് സീരീസ് ഇറങ്ങിയായിരുന്നു. ഏറ്റവും രാഷ്ട്രീയക്കാരനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അങ്ങനെയില്ല. അതെന്താ സംഭവിച്ചാൽ അത് സിനിമയുടെ സംവിധായകരുടെ ഒരു എളുപ്പവഴിയാണ്. അത് സംവിധായകർക്ക് ഒരു എളുപ്പവഴിയാണ്. അപ്പോൾ ഒരു കഥാപാത്രത്തെ ഒരു എഴുത്തുകാരൻ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് വായിച്ചു നോക്കുമ്പോൾ അതിനോട് കമ്പയർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും വേഷം ഉണ്ടോ എന്ന് അന്വേഷിക്കും. ഇന്ന സിനിമയിൽ ഇന്ന രാഷ്ട്രീയക്കാരുണ്ട്, അപ്പോൾ അയാളെടുക്കാം. അല്ലാതെ ഇതിൻ്റെ അനാട്ടമി, ഈ കഥാപാത്രത്തിൻ്റെ അനാട്ടമിയും കാര്യങ്ങൾ വെച്ചിട്ടൊരു പുതിയ കഥാപാത്രം തേടുന്നില്ല, പുതിയ നടന്മാർ തേടുന്നില്ല. അപ്പോൾ നിലവിൽ ഏത് രാഷ്ട്രീയക്കാരൻ ഇന്ന സിനിമ രാഷ്ട്രീയക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് ആർട്ടിസ്റ്റിന് എന്താ സംഭവിച്ചാൽ ആർട്ടിസ്റ്റ് എന്നോ രാഷ്ട്രീയക്കാരനായിട്ട് നിൽക്കും. ചായക്കടക്കാരൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് വേറൊരു കഥാപാത്രം, ഈ കഥാപാത്രം നമുക്ക് ഇന്നാളെ കൊണ്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ. അങ്ങനെ ഒരു പരീക്ഷണത്തിന് തയ്യാറാകുന്നത് വളരെ കുറച്ച് പേര് സംവിധായകരുണ്ട്. അപ്പം അത്തരം പരീക്ഷണത്തിന് തയ്യാറാകുന്ന സംവിധായകരാണ് എന്നെ പോലെയുള്ള നടന്മാരെ വ്യത്യസ്ത കഥാപാത്രങ്ങൾക്ക് ചെയ്യാൻ അവസരം. നായകന്മാരെ അല്ലെങ്കിൽ അഭിനയിക്കുന്ന ആളുകളും സംവിധായകരാണ് അതിന് ഒരു മുൻകരുതൽ എടുക്കേണ്ടത്. നമ്മളെ അവരല്ലേ തിരഞ്ഞെടുക്കുന്നത്. അവർ വിളിക്കുന്ന കഥാപാത്രമല്ലേ. അപ്പൊ അവര് വിളിക്കാൻ എളുപ്പത്തിന് അത് അന്വേഷിക്കാൻ വെറുതെ റിസ്ക് എടുക്കുന്നതിനാ. അയാള് രാഷ്ട്രീയ പാർട്ടിക്കാരനായിട്ട് മന്ത്രിയായിട്ട് വളരെ ഭംഗിയായിട്ട് അതിൽ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ അതിനോട്ടെടുത്താൽ പോരെ. വേറൊരു ടൈപ്പിലേക്ക് വേറൊരാളെ കൊണ്ട് അത് ചെയ്യാൻ ഒരു ശ്രമം, ഒരു പരീക്ഷണം നടത്തും. പരീക്ഷണം നടത്താൻ ഇപ്പോൾ ഒരു സിനിമയിൽ പരീക്ഷണം നടത്താന്ന് പറഞ്ഞാൽ ഇത് കോടികളുടെ ബിസിനസ് അല്ലേ. അപ്പോൾ ഒരു പരീക്ഷണത്തിന് വിധേയമായിട്ട് ആ കോടികൾ അതിന് കോട്ടം വരുത്താൻ ആരും തയ്യാറാവില്ല. അതുകൊണ്ടായിരിക്കണം അതെ ഒരു പ്രൊഡ്യൂസറിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പരീക്ഷണം വേണോ എന്നുള്ള തോന്നൽ തരുന്നു. അതാണ്. അപ്പോൾ ഒത്തിരി ശമ്പളം കൂടിയാലും അവന് തന്നെ അങ്ങോട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ നാടക ഫീൽഡിലൊക്കെ എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട്, പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇടയ്ക്ക് വന്ന് കയറുന്നവരൊക്കെ ഷൈൻ ചെയ്യുന്നുണ്ട്, അഭിപ്രായം പിടിച്ചു വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്നൊരു കാലഘട്ടത്തിൽ ലാൽ ജോസിന് തോന്നിയതാണ് എന്നെ കൊണ്ട് ആ വേഷം ചെയ്യിക്കാൻ. ചെയ്തപ്പോൾ എല്ലാവർക്കും അത് സ്വീകാര്യമായി പോയി. അങ്ങനെ സിനിമ കാണാൻ. അതേപോലെ തന്നെ വേറൊരു സിനിമയിലൊരു വക്കീൽ, ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു ജഡ്ജി, ഇന്നേ വരെ അങ്ങനെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു മനുഷ്യനല്ലേ. അപ്പൊ അയാളെ വെച്ചിട്ട് അയാളെ കൊണ്ട് ജഡ്ജ് ചെയ്യിച്ചാലോ എന്നുള്ള സംവിധായകന്റെ ഒരു ഗട്ട്സാണ് അത്, ഒരു വിശ്വാസമാണ് അത്. പാളിപ്പോവാൻ സാധ്യതയുണ്ട്, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അത്. അപ്പം അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നടക്കണം. പരീക്ഷണങ്ങൾ നടന്നാലാണ് എന്നെ പോലെയുള്ള നടന്മാർക്ക് വെറൈറ്റി കഥാപാത്രങ്ങൾ ചെയ്യാൻ അവസരം കിട്ടുള്ളൂ. കോമഡി ചെയ്യാം. അപ്പോൾ എന്നും സീരിയസ് കഥാപാത്രം, വില്ലൻ കഥാപാത്രം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്നും വില്ലനായിട്ടാണ് കിടക്കുക. അങ്ങനെ എത്രയോ നടന്മാർ ഇപ്പോഴും നമ്മളുടെ ഇടയിൽ കിടക്കുന്നുണ്ട്. ചെയ്യാൻ കഴിവുണ്ടെന്നുള്ളത് ഒരു പരീക്ഷണത്തിന് തയ്യാറാവുന്നില്ല. അവിടെ നല്ല കോമഡി ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും, നല്ല സെന്റിമെന്റ്സ് ചെയ്യാൻ കഴിവുള്ളവർക്ക് ഈ വില്ലനായിട്ട് ഇങ്ങനെ സ്ഥിരപ്രതിഷ്ഠിതമായിരിക്കും. അത് പണ്ടത്തെ ഒരു ശൈലിയാണ്. KP ഉമ്മർ എന്നും KP ഉമ്മർ തന്നെ, ബാലകൻ നായർ എന്നും ബാലകൻ നായർ. എന്നാൽ ബാലകൻ നായർ നല്ല ക്യാരക്ടർ റോള് ചെയ്യാൻ വശമുള്ള ആളാണ്. അയാൾക്ക് അവാർഡ് കിട്ടിയ നല്ല ക്യാരക്ടർ റോള് ചെയ്തിട്ടുണ്ട്. ഓപ്പോളാ മറ്റേ പറയുന്നത് അല്ലേ ബാലകൻ നായർക്ക് അല്ലേ? ഓപ്പോളിലല്ലേ നാഷണൽ അവാർഡൊക്കെ കിട്ടിയത്? വിട്ടിത്തരാണോ പറഞ്ഞത്? അല്ല, അയാൾക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് ബാലകനായിരുന്നു എന്നും ബലാത്സംഗം ചെയ്യുന്ന ആളാണ്. TG രവി പേര് കേൾക്കുമ്പോഴേ പെണ്ണുങ്ങൾ ഇപ്പോഴും പേടിച്ചു കൊടുക്കും.
അയാൾ അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കി വെച്ചിരിക്കുക. അത് ഒരു പടത്തിൽ അങ്ങോട്ട് ഭംഗിയായിട്ട് ചെയ്തു എന്നുള്ള കാരണം കൊണ്ട് പിന്നെ അതേപോലുള്ള കഥാപാത്രങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് ജയിച്ചപ്പോൾ പെണ്ണുങ്ങൾ അയാളെ കണ്ട ഓടും അവസ്ഥയാണ്. നല്ല ക്യാരക്ടറുകൾ ചെയ്യാൻ പറ്റില്ല, നല്ല നാടകക്കാരനാണ്. സിനിമയിൽ അങ്ങനെ ഒരു ചീത്തപ്പേര് വരികയാണ്. അത് ആവർത്തനം. അത് ഒരു നമ്മളിപ്പോൾ നല്ലൊരു പൊസിഷനിലെത്തി, നമുക്ക് നല്ലൊരു സ്ഥാനമുണ്ട് സിനിമയിൽ എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, നമ്മൾ കഥാപാത്രങ്ങളൊക്കെ ചൂസ് ചെയ്യുന്നിടത്ത് ഇത്തരം കാര്യങ്ങൾ നമ്മളങ്ങനെ പ്രാപ്തരായിട്ടില്ല, അത്രയും ആയിട്ടില്ല. നമുക്ക് കിട്ടുന്ന വേഷങ്ങളൊക്കെ ചെയ്യാന്നുള്ളതാണ്.